പൊതുവെ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഉപയോഗിക്കാത്ത ട്രെൻഡുകൾ യൂസ് ചെയ്യുക. സാധാരണ പട്ടുസാരിക്ക് പട്ടുസാരിയുടെ ഇവിടെ തന്നെ ബ്ലൗസ് ഇടും. അപ്പോൾ അതൊരു കോമൺ ഫാക്ടർ പോലെ ഇരിക്കും. നമുക്ക് ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരെണ്ണം ഇട്ടാൽ നമ്മളായിരിക്കും അതിൽ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഫോട്ടോയിലൊക്കെ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഡ്രസ്സുകൾ നിങ്ങൾ എവിടെ യൂസ് ചെയ്യാനായിട്ട് ശീലിക്കുക. എപ്പോഴും നമ്മൾ ട്രെൻഡ് മാറ്റി നമ്മളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്താൽ ആ ഒരു സെക്ഷനിൽ നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇനി നമ്മൾ വിഷുവിൻ്റെ കുറച്ച് ഫോട്ടോ എടുത്താണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഈ ഒരു ബ്ലൗസിന് നമുക്ക് സെറ്റ് യൂസ് ചെയ്യാം, ഈ പട്ടുസാരി യൂസ് ചെയ്യാം, ഒറ്റ കളർ സാരി യൂസ് ചെയ്യാം. പക്ഷെ മാലയും വളകളും ഒക്കെ ഇടുമ്പോൾ വേറെ വേറെ യൂസ് ചെയ്യണമെന്നുള്ളൂ. ജിമുക്കയും ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം മുടി ഇച്ചിരി ഉള്ളവർക്ക് ഈ സൈസ് നീണ്ട ജിമുക്കയും, മുടി കുറവുള്ളവർക്ക് കുഞ്ഞ് ജിമുക്കയാണ് നല്ലത്. അപ്പം മുടി കുറവുള്ളവർക്ക് കുഞ്ഞ് ജിമുക്കയാണ് നല്ലത്. ഇനിയിപ്പം ഇതിൽ ഞാൻ എൻ്റെ പട്ടുസാരി സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കൈ ഇച്ചിരി വണ്ണമുള്ളൊരു കൈയാണ്. അപ്പം നമുക്ക് മെലിഞ്ഞ കൈക്കാർക്കാണ് പൊതുവെ ഇങ്ങനത്തെ ബ്ലൗസ് ചേരുന്നത്. പക്ഷെ നമുക്ക് ചേരുന്നതിനായിട്ട് നമുക്കിതിൻ്റെ കൈ ഒന്നിച്ചിരുന്നുണ്ടോ ലൂസാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ടിടാം. നമ്മുടെ കൈക്ക് അത്ര ഒരു വണ്ണം തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വിഷു ഒന്ന് സെറ്റായിട്ട് ആഘോഷിക്കുക. ഈ സാരി എന്ന് പറയുമ്പോൾ ഇത് കസവ് ഞാൻ കാണിച്ചു തരാം. ഒരു ലൈറ്റ് പച്ച ഷെയ്ഡാണ്. അപ്പം ഈ സാരിക്ക് ഇച്ചിരി കൂടെ ഒരു സെറ്റാണ്, വൈറ്റാണ്. ഇച്ചിരി കൂടെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ഡാർക്ക് കളറ് ബ്ലൗസ് ഇടുക. ഇപ്പോഴത്തെ ഒരു ഏത് സാരിക്കും പട്ടുസാരിക്കും സെറ്റിനും ഒക്കെ ചേരുന്നതാണ് ഇച്ചിരി ഒരു ഇങ്ങനെ ഒരു കുഞ്ഞ് ഞൊറി വെച്ച ബ്ലൗസ്. അപ്പോൾ ഇതിന് സെറ്റ് സാരി ആയതുകൊണ്ട് ഇച്ചിരി ഒരു തിക്കായിട്ടുള്ളൊരു ഗോൾഡൻ മാലയാണ് ഇടേണ്ടത്. നമ്മളൊരു ഈ ബ്ലൗസിന് തന്നെ ഒരു റെഡ് സാരി എടുക്കണം. അത് നമ്മളെ പട്ടുസാരിയാണ്. പട്ടുസാരിക്ക് പട്ടുസാരിയുടെ ബ്ലൗസിനേക്കാളും കസവില്ലാത്ത ഇങ്ങനത്തെ ബ്ലൗസാണ് ഇച്ചിരിയുടെ ഭംഗിയായിട്ടത്. നമ്മളെപ്പോഴും കാണാത്തൊരു മോഡൽ ട്രൈ ചെയ്ത് നോക്കുക ഓരോരോ ഫംഗ്ഷനും. അപ്പോൾ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് അതിൽ നമ്മൾ ഒരു സെറ്റായിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഈ സാരി റെഡാണ്, പച്ച ബ്ലൗസാണ്. പച്ച ഇടുമ്പം ഇതിനേക്കാളും നമുക്ക് ആ സാരിയുടെയും ബ്ലൗസിൻ്റെയും ഭംഗി എടുത്ത് കാണണമെങ്കിൽ നൈസ് മാലയും ഒരു ലോക്കറ്റും ആയിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ജിമിക്കി ഇടാം. ഇപ്പോൾ ഒരു ചുമന്ന ഒരു കുഞ്ഞു ജിമിക്കയും കൂടെ ഇട്ടാൽ ഇതിന് നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പം കുഞ്ഞു ജിമുക്കുകളാണ് ഏറ്റവും നല്ലത്. പിന്നെ മുടിയുള്ളവർക്ക് വലിയ ജിമുക്കുകൾ യൂസ് ചെയ്യുക. സെറ്റ് സാരിയും വേണം, പട്ടുസാരി യൂസ് ചെയ്യാം. ഒരു ബ്ലൗസിൽ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ വെറൈറ്റിയാണ് ഞാനിന്ന് കാണിച്ചിരുന്നത്. അപ്പം ഇതിന് നമുക്ക് പച്ച വളകൾ യൂസ് ചെയ്യാം, ഗോൾഡൻ കളർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സെക്ഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വിഷുവിനും നമ്മൾ സാധാരണ സെറ്റ് സാരിയാണ് യൂസ് ചെയ്യാവുന്നത്. ഇപ്രാവശ്യം നമ്മൾ അത് മാറ്റി ഒരു പട്ട് പോലത്തെ എന്തെങ്കിലും സാരിയൊക്കെയാണ് വെറൈറ്റി ആണെങ്കിൽ നമ്മൾ ഫോട്ടോ സെക്ഷനൊക്കെ നല്ലതായിരിക്കും. സെറ്റ് കൊടുത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതോടൊപ്പം ഇപ്പം ഇതെന്ന് പറയുമ്പം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പം നല്ല പച്ച കളർ ബ്ലൗസ് എല്ലാവർക്കും ചേരും. ഇത് വേണം നമുക്ക് സെറ്റ് സാരിക്കും പട്ട് സാരിക്കും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് നമ്മളിന്ന് സെറ്റ് സാരിയാണ്. പൊതുവെ കേരളീയർക്ക് ഇന്ന് സെറ്റ് തന്നെയാണ്. അതോടൊപ്പം നമുക്ക് കുഞ്ഞു കസവും കാര്യങ്ങളുമുള്ള കുറച്ച് ട്രെൻഡൊന്ന് മാറ്റി പിടിക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, രണ്ടും ഇത് ഓപ്പോസിറ്റ് കളറാണ്. ഒരേ കളർ തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. നമുക്കൊന്ന് ട്രെൻഡൊന്ന് മാറ്റി പിടിച്ച് പരീക്ഷിക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളൊന്ന് കാണുക, ട്രൈ ചെയ്യുക. താങ്ക് യു.